ചേട്ടാ എങ്ങനെയാണ് ഈ കോട്ടയ്ക്ക് വെട്ടിമുറിച്ച കോട്ട എന്ന് പേരെന്ന് പറയുന്നത്? അറിയില്ല. എനിക്കറിയില്ല. വെട്ടിമുറിച്ച കോട്ട നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4 കോട്ടകളിലെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വാതിലാണ് വെട്ടിമുറിച്ച കോട്ട. അന്ന് കിഴക്ക് വശത്ത് ഒരേ ഒരു ഒരു കോട്ടവാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേര് കിഴക്കായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ വെട്ടിമുറിച്ച കോട്ട. ഈ വെട്ടിമുറിച്ച കോട്ടയുടെ മുകളിൽ 1891 എന്നെഴുതി വെച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം 1891 അതിനു മുമ്പോ ആയിരിക്കണം ഇതിൻ്റെ പണി നടന്നത് എന്നാണ്. അവിടെ നമ്മൾ ഈ വെട്ടിമുറിച്ച കോട്ട വഴി അകത്ത് കയറുമ്പോൾ KSRTCയുടെ കെട്ടിടം കഴിഞ്ഞിട്ട് അവിടെ ഒരു പാർക്കുണ്ട്, ശ്രീ ചിത്തിര തിരുനാൾ പാർക്ക്. ക്ഷേത്രപ്രവേശന വിളംബരത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിമ. തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും വലിയ പ്രതിമകളിലൊന്നാണ് ചിത്തിര തിരുനാളിൻ്റെ അവിടുത്തെ. ഈ പാർക്കിൻ്റെ ഔദ്യോഗിക നാമം അയൺ വില്ല ചിത്തിര തിരുനാൾ പാർക്ക്. എന്താണ് ഈ അയൺ വില്ല? അയൺ വില്ല എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ട് മാത്രം, അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ ചുമരും അതിൻ്റെ മേൽക്കൂരി എല്ലാം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടം അവിടെ ഉണ്ടായി. ഈ കെട്ടിടം നിർമ്മിച്ച ബ്രിട്ടീഷുകാരാണ്. ഇരുമ്പ് എന്നത് ഒരിക്കലും ക്ഷേത്രത്തിൽ ഉപയോഗിച്ചുകൂടാത്ത ഒരു വസ്തു. അതിൻ്റെ പേര് കരിമ്പൊന്ന് എന്നാണ് ഇതിൻ്റെ പേര്. ഇന്നും നമുക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ പ്രായം ചെന്ന ആളുകളുടെ വീട്ടിൽ ചെന്ന് വെട്ടുകത്ത് ചോദിച്ചാൽ കിട്ടുകയില്ല. ഇരുമ്പിന് അങ്ങനെ ഒരു അയിത്തം കൽപ്പിച്ചു. അങ്ങനെ ഉത്രം തിരുനാളിൻ്റെ കാലത്തോ മറ്റോ ഈ അയൺ വില്ല നിർമ്മിക്കുന്നതിന് വേണ്ടി ഇരുമ്പ് കൊണ്ടുപോകേണ്ടത് പ്രധാന ഗേറ്റ് വഴി ശ്രീപത്മനാഭൻ്റെ നടയിൽ കൂടെ. ഇത് അശുഭലക്ഷണമാണ്. ദേവന്റെ മുമ്പിലൂടെയുള്ള ഇരുമ്പുമായിട്ടുള്ള യാത്ര അശുഭലക്ഷണത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് അതിന് സമാന്തരമായി അതിൻ്റെ തെക്ക് വശത്ത് ചെറിയൊരു വാതിൽ, അതിനകത്തുകൂടെയാണ് ഈ ഇരുമ്പ് കൊണ്ടുപോയതും. ഇന്ന് ചിത്തിര തിരുനാളിൻ്റെ പാർക്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് അയൺ വില്ല എന്ന് പറയുന്ന ഇരുമ്പ് കെട്ടിടം നിർമ്മിച്ചു. എന്നാൽ ഇത് അങ്ങനെ തന്നെ അടഞ്ഞു കിടന്നു ആ വാതിൽ. ഇത് 1880 മുതൽ 1885 വരെ തിരുവിതാംകൂർ ഭരിച്ച വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ഇതിനെ പുതുക്കിപ്പണി. പക്ഷെ പല കാരണങ്ങളാൽ ഈ പണി മുടങ്ങി. അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്ന ശ്രീമൂലം തിരുനാളാണ് പണി പുനരാരംഭിച്ചത്. അങ്ങനെ 1891 പൊതുജനങ്ങൾക്കായി ഈ കോട്ട വിട്ടുകൊടുത്തു. അതായത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് അത് വെട്ടി തുറക്കുകയും അങ്ങനെ വെട്ടി മുറിച്ചെടുത്ത വാതിലായതുകൊണ്ട് തന്നെ വെട്ടിമുറിച്ച കോട്ട എന്ന പേര് വരികയും 1891 ഇതിനെ പുതുക്കി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്തതാണ് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം.